ഹലോ ഹായ്. അപ്പോൾ ഞങ്ങളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജോലിക്കൊന്നും പോകണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ എല്ലാ ജോലികളൊക്കെ തീർത്തതിന് ശേഷം ഉച്ചയ്ക്ക് ഇച്ചിരി നേരം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊരു 3-3:30 ആയപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയത് എങ്ങോട്ടാണെന്നല്ലേ, ഫസ്റ്റ് എൻ്റെ കുടുംബ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ അവിടുന്ന് എൻ്റെ ഒരു ചേട്ടൻ്റെ റിലേഷനിലുള്ള 2 പേര് ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. അങ്ങനെ കേശുവിന് പിന്നെ പാർക്കിൽ പോകണം. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് ഞങ്ങളിന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് അപ്പോൾ വെള്ളിമൺ ചെന്നതിന് ശേഷം അവിടുത്തെ കുറേ വായനയില, അതായത് തെരളിയില ചേട്ടൻ പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിച്ചി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ തെരളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചില നാട്ടിലൊക്കെ ഇതിന് തെരളി അപ്പം എന്ന് പറയും. ഞങ്ങൾ തെരളി എന്നാണ് പറയുന്നത്. ചിലയിടത്ത് കുമ്പിളപ്പം എന്ന് പറയും. ചില സ്ഥലത്ത് വയന ഇലയപ്പോ അങ്ങനെ കണ്ടാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ തെരളിയാണെന്നാണ് പറയുന്നത്, തെരളി. അപ്പോൾ ഈ തെരളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഗോതമ്പ് പൊടിക്കകത്താണ് ഇത് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി, ശർക്കര, ഏലക്ക, പിന്നെ കുറച്ച് നെയ്യും പഴവും ഇത്രയും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇലയെല്ലാം നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി നല്ല നീറ്റാക്കി, ഇലയ്ക്കകത്തെല്ലാം പൊടിയും അഴുക്കും വല്ലതും ഉണ്ടെങ്കിലോ, അതുകൊണ്ട് കഴുകി നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണോ പറയുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യണേ. തെരളി എന്നാണോ, വയനയില അപ്പം എന്നാണോ, കുമ്പിളപ്പം എന്നാണോ പറയുന്നത്? ഇതെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. 2 സൈഡിലും വെക്കാറുണ്ട്. പക്ഷേ ഇപ്പം അമ്മ വെക്കുന്നത് ഒരു സൈഡിലെയാണ്. അത് ഇല ചെറുതായതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. ഇല വലുതാണെങ്കിൽ നമ്മൾ 2 സൈഡിലും നമ്മൾ ഈ മാവ് വെച്ച് 2 ലെയറായിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈർക്കലിനകത്താണ് കുരുത്ത് ഇത് വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് തെങ്ങില്ലാത്തത് കൊണ്ട് ഈർക്കലൊന്നുമില്ല. അപ്പോൾ അല്ലാതെ തന്നെ അടുക്കി അടുക്കി അങ്ങ് വെക്കുവാണ്. ഇങ്ങനെ വെച്ചാലും മതി. നമുക്കിപ്പോൾ ഈർക്കലിനകത്ത് കുരുത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ അങ്ങ് വെച്ചിരുന്നാലും മതി. ഇങ്ങനെ വെച്ചിട്ട് ഗ്യാസിലാണ് വേവിക്കുന്നത്. പകലാണെങ്കിൽ ഞാൻ അടുപ്പിലേ വെക്കത്തുള്ളായിരുന്നു. പുറത്ത് അടുപ്പുണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അടുപ്പിനകത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഗ്യാസിനകത്താണ് വെക്കുന്നത്. അപ്പോൾ അമ്മ ഇത്രയും ചെയ്ത് തന്നിട്ട് അമ്മ പോയി കിടന്നു. അപ്പോൾ പിന്നെ അപ്പോഴത്തേക്കിന് ഞാൻ ഇതെല്ലാം ഗ്യാസിനകത്ത് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ അടിപൊളി മണമായിരുന്നു കേട്ടോ. നല്ല മണം, പിന്നെ അടിപൊളി ടേസ്റ്റും. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ഓക്കേ.